ഇംഗ്ലീഷ് മാസ്റ്റർ 2024 എന്ന യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നോക്കാനായിട്ട് പോകുന്നത് ഗ്രാമറിന്റെ ക്ലാസ് ആണ്. അതായത് നമുക്ക് യൂസ് ഓഫ് ക്യാപിറ്റൽ ലെറ്റർ ആണ്. അതായത് ക്യാപിറ്റൽ ലെറ്റർ നമുക്ക് സെന്റൻസിൽ എങ്ങനെയൊക്കെ യൂസ് ചെയ്യാം, എന്തിനാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് എന്നൊക്കെ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ നമുക്കത് ഒട്ടും ലേറ്റ് ആക്കാതെ വേഗം തന്നെ ക്ലാസ്സിലേക്ക് പോവാം. ഇനി നമുക്ക് നോക്കാം ക്യാപിറ്റൽ ലെറ്ററിന്റെ യൂസ് ഓഫ് ക്യാപിറ്റൽ ലെറ്റർ എങ്ങനെയൊക്കെയാണ് നമുക്ക് സെന്റൻസിൽ ക്യാപിറ്റൽ ലെറ്റർ യൂസ് ചെയ്യാന്ന് നമുക്ക് നോക്കാം. A capital letter is used at the beginning of a sentence. നമ്മൾ ബിഗിനിങ് അതായത് സെന്റൻസ് തുടങ്ങുന്നതിന്റെ സ്റ്റാർട്ടിങ്ങിൽ നമ്മൾ ക്യാപിറ്റൽ ലെറ്റർ ആണ് യൂസ് ചെയ്യുന്നത്. എക്സാമ്പിൾ, ദ ബിയർ ഇൻ ദി സൂ വാസ് ബിഗ് വൺ. ദ ബിയർ എന്ന് പറയുമ്പോഴത്തേക്കും അവിടെ ദ വരുന്നുണ്ട്, അപ്പോൾ ടി ക്യാപിറ്റൽ ലെറ്ററിലാണ് വന്നിരിക്കുന്നത്. പിന്നെ സൈക്ലിംഗ് ഈസ് എ ഗുഡ് ഫോർ എക്സസൈസ്. സൈക്ലിംഗ് വെച്ച് നല്ലൊരു എക്സസൈസ് ആണ്, അപ്പൊ അതിന് സി, സൈക്ലിങ്ങിന്റെ സി വന്നിട്ട് ക്യാപിറ്റൽ ലെറ്റർ ആണ്. His favorite pastime is reading മിസ്റ്ററി സ്റ്റോറീസ്. അപ്പൊ ഈ ഫേവറേറ്റ് പാസ് ടൈം സമയം ചെലവാക്കുന്നത് ഇതുപോലെ മിസ്റ്ററി സ്റ്റോറീസ് ഒക്കെ വായിച്ചിട്ടാണ്. സോ അപ്പൊ അതിന്റെ എച്ച് ആണ് വരുന്നത്. ഓക്കെ, എ ക്യാപിറ്റൽ ലെറ്റർ ഈസ് യൂസ്ഡ് വിത്ത് പ്രോപ്പർ നൗൺ. എ ക്യാപിറ്റൽ ലെറ്റർ പ്രോപ്പർ നൗണിനാണ് യൂസ് ചെയ്യുന്നത്. അത് എയും ക്യാപിറ്റൽ ലെറ്റർ ആണ്. ഓൺ സാറ്റർഡേ മോർണിംഗ് വി ഹാവ് ഇന്റർ സ്കൂൾ സ്കോർ മാച്ച്. ശനിയാഴ്ച നമുക്ക് ഇന്റർ സ്കൂൾ സ്കോർ മാച്ച് ഉണ്ട്, അപ്പൊ അതിന്റെ ഓയും ക്യാപിറ്റൽ ലെറ്ററിലാണ് വരുന്നത്. ഓക്കെ, പിന്നെ റോഗർ ഈസ് എ ഗുഡ് ടെന്നീസ് പ്ലെയർ. റോഗർ എന്ന് വെച്ചാൽ നല്ലൊരു ടെന്നീസ് കളിക്കാരനാണ്, അതിന്റെ ആറും ക്യാപിറ്റൽ ലെറ്റർ ആണ്. മദർ തെരേസ വാസ് ബോൺ ഇൻ സ്പോജി. മദർ തെരേസ എമ്മിന്റെ അതും ക്യാപിറ്റൽ ലെറ്റർ ആണ്. പിന്നെ മദർ തെരേസ എന്ന് വെച്ചാൽ ഒരു പേരാണ്. ഓക്കെ, അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ മദറും തെരേസയും കൂടെ ക്യാപിറ്റൽ ലെറ്ററിലാണ് സ്റ്റാർട്ടിങ്ങിൽ ഇടുന്നത്. പിന്നെ നമ്മൾ മെക്കോഡീനിയ ഓൺ മൺഡേ ഓഗസ്റ്റ് 27, 1910. അതായത് മെക്കോഡീനിയയുടെ എമ്മും പിന്നെ മൺഡേ എന്ന് വരുന്ന എമ്മും പിന്നെ ഓഗസ്റ്റ് അതായത് മാസവും പിന്നെ ആഴ്ചയിലെ അതും വരുമ്പോൾ ചിലപ്പോൾ നമ്മൾ ക്യാപിറ്റൽ ലെറ്റർ ഇടും, കാരണം കോമ വന്നിട്ട് നമ്മൾ അങ്ങനെ ഇടാറുണ്ട്. കോമയ്ക്ക് നമ്മൾ ഇടാറില്ല ആക്ച്വലി, പക്ഷെ ഇതിങ്ങനെ വന്നു, ഇതൊരു സ്ഥലം ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ഇത് ക്യാപിറ്റൽ ലെറ്ററിൽ വരാറുണ്ട്. A capital letter is used with adjective that are derived from proper noun. ഈ ക്യാപിറ്റൽ ലെറ്റർ എന്ന് വെച്ചാൽ അഡ്ജക്റ്റീവിലാണ് യൂസ് ചെയ്യുന്നത്, അപ്പൊ അതിന്റെ എയും ക്യാപിറ്റൽ ലെറ്റർ ആണ് വന്നിരിക്കുന്നത്. എക്സാമ്പിൾ വന്നിട്ട് മോസ്റ്റ് 2 MBS ഓഫ് മുഗൾ ഇറ വെയർ ഇൻസ്പയർഡ് ബൈ പേഴ്സണൽ ആർക്കിടെക്ചർ. അപ്പൊ അതിന്റെ മോസ്റ്റ് 2 MBS മുഗൾ അത് വന്നിട്ട് ചെയ്തിരിക്കുന്നത് ഇൻസ്പയർഡ് ഓഫ് പേഴ്സണൽ ആർക്കിടെക്ചർ ആണ് ചെയ്തിരിക്കുന്നത്. അപ്പൊ അതിന്റെ മോസ്റ്റ് എന്ന് പറയുമ്പോൾ എം ക്യാപിറ്റൽ ലെറ്ററിലാണ്. വി ഹാഡ് ഡിന്നർ അറ്റ് എ ചൈനീസ് റെസ്റ്റോറൻറ്റ്. അപ്പോൾ നമ്മൾ ചൈനീസ് റെസ്റ്റോറൻറ്റിനാണ് ഡിന്നർ കഴിച്ചിരിക്കുന്നത്, അപ്പൊ അതിന്റെ വി ഡബ്ല്യു ക്യാപിറ്റൽ ലെറ്റർ ആണ്. പിന്നെ നമ്മൾ സ്ഥലപ്പേര് പറയുമ്പോൾ ചിലപ്പോൾ അത് ക്യാപിറ്റൽ ലെറ്ററിൽ എഴുതാൻ പറ്റും. പിന്നെ റെസ്റ്റോറൻറ്റ് എന്നൊക്കെ പറയുമ്പോൾ അതും നമ്മൾ എഴുതും. ഡേവിഡ് കോപ്പർഫീൽഡ് ഈസ് മൈ ഫേവറേറ്റ് ഡിക്സൺ ക്യാരക്ടർ. നമ്മുടെ ഫേവറേറ്റ് ക്യാരക്ടർ ആണ്, അപ്പൊ അതിന്റെ ഡേവിഡ് അങ്ങനെയൊക്കെ ഉള്ള ഡിസ്റ്റൻ ഒരാളുടെ പേര്, അപ്പൊ അതൊക്കെ നമ്മൾ ക്യാപിറ്റൽ ലെറ്ററിലാണ് എഴുതുന്നത്. ഓക്കെ, പിന്നെ ദ പ്രോണോൺ ഐ ഈസ് ഓൾവേസ് റിട്ടേൺ ഇൻ ക്യാപിറ്റൽ ലെറ്റർ. ദി പ്രോണോണിൽ ഐ എപ്പോഴും ക്യാപിറ്റൽ ലെറ്റർ. നമ്മൾ സെന്റൻസിന്റെ ഇടയിൽ വന്നാലും ഒക്കെ നമ്മൾ ക്യാപിറ്റൽ ലെറ്റർ ഐ എപ്പോഴും യൂസ് ചെയ്യുന്നു. സ്മോൾ ലെറ്റർ നമ്മൾ യൂസ് ചെയ്തില്ല. നമ്മൾ സ്മോൾ ലെറ്റർ എന്ന് വെച്ചാൽ ഐ എന്ന് വെച്ചാൽ ഒരു സെപ്പറേറ്റ് വേർഡ് ആണ്, അപ്പൊ അതാണ് നമ്മൾ ക്യാപിറ്റൽ ലെറ്ററിൽ എഴുതുന്നത്. ഈസ് അല്ലെങ്കിൽ ഇൻസ്പയർഡ് അങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്കും നമ്മൾ സ്മോൾ ലെറ്റർ ആണ് യൂസ് ചെയ്യുന്നത്. എക്സാമ്പിൾ വന്നിട്ട് മൈ പേരൻസ് സെഡ് I spend too much time suffering the internet. I think it's a great way to gather information. ഇപ്പൊ അവിടെ പേരൻസ് പറയാണ് ഐ സ്പെൻഡ്, അതായത് ഞാൻ സമയം ചെലവഴിക്കുന്നത് ഇന്റർനെറ്റിലാണ്. അപ്പൊ അവൾ വിചാരിക്കുന്നത് അത് നമുക്ക് ഇൻഫർമേഷൻ കിട്ടാൻ വേണ്ടിയിട്ടല്ലേ, നമ്മൾ ഇപ്പൊ എന്തിനാ ഇന്റർനെറ്റ് നോക്കുന്നത്, നമുക്ക് ഇൻഫർമേഷൻ കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ അതാണ്, അപ്പൊ അതിന്റെ ഐ വന്നിട്ട് ക്യാപിറ്റൽ ലെറ്റർ വന്നിരിക്കുന്നത്. ദ ടൈറ്റിൽസ് ദി ഫസ്റ്റ് ലെറ്റർ ഓഫ് ഈച്ച് മെയിൻ വേർഡ് ഈസ് ക്യാപിറ്റലൈസ്ഡ്. ഇപ്പൊ ദ ടൈറ്റിലിന്റെ ഓരോ വേർഡും ക്യാപിറ്റൽ ലെറ്ററിലാണ് വന്നിരിക്കുന്നത് സ്റ്റാർട്ടിങ്ങില്. പിന്നെ ബക്കിംഗ് പ്ലേസ് ഈസ് ദി ടു ദ ക്വീൻ ഓഫ് ഇംഗ്ലണ്ട്. ബക്കിംഗ്ഹാം എന്ന് വെച്ചാൽ ഒരു സ്ഥലമാണ്, അത് ഇംഗ്ലണ്ടിലെ ഒരു സ്ഥലമാണ്. അപ്പൊ ഇംഗ്ലണ്ടിൽ പറഞ്ഞ ഒരു സ്ഥലപ്പേരായതുകൊണ്ട് ഈയും ക്യാപിറ്റൽ ലെറ്റർ ആണ്. പിന്നെ ക്വീന് അതും ഒരു ഇതാണ്, അപ്പൊ അതിൻ്റെതും ക്യാപിറ്റൽ ലെറ്റർ ആണ് വന്നിരിക്കുന്നത്. ഈ ഹാസ് എ ഡിഗ്രി ഇൻ ന്യൂക്ലിയർ ഫിസിക്കൽ ഫ്രം കാംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റി. കാംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിന്ന് അവനൊരു ഡിഗ്രി ഇതുണ്ട്, അപ്പൊ അതിന്റെ ഈ ക്യാപിറ്റൽ ലെറ്റർ ആണ് വന്നിരിക്കുന്നത്. പിന്നെ കാംബ്രിഡ്ജും യൂണിവേഴ്സിറ്റി ക്യാപിറ്റൽ ലെറ്റർ, പിന്നെ ന്യൂക്ലിയറിന്റെ വന്നിട്ടുണ്ട്. ഇത് ക്യാപിറ്റൽ ലെറ്റർ യൂസസ് സ്റ്റാർട്ട് എ സെന്റൻസ്. ഒരു സെന്റൻസ് തുടങ്ങുമ്പോൾ യൂസ് ചെയ്യും.
പിന്നെ ഇൻഡിക്കേറ്റ് എ പ്രോപ്പർ നൗൺ ഇൻഡിക്കേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. എംബസൈസ് സർട്ടൺ വേർഡ്സ് ഒക്കെ എംബസൈസ് ചെയ്യുമ്പോൾ നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. എക്സാമ്പിൾ സെന്റൻസ് ഓൾ ഐ വെന്റ് ഈസ് എ പാസ്ട്രി. പിന്നെ യു ക്യാൻ കോൾ മീ റോണി എന്ന് വിളിക്കുമ്പോൾ വരാറുണ്ട്. ഐ വാണ്ട് ഇറ്റ് ടുഡേ, ഇന്ന് എനിക്കിത് വേണം എന്നുള്ള രീതിയിൽ നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ഇത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇതാണ് ക്യാപിറ്റൽ ലെറ്ററിന്റെ ഇത്. സോ നമുക്കിപ്പം അടുത്ത ക്ലാസ്സിൽ കാണാം. ഓക്കെ, നിങ്ങൾക്ക് ഇന്നത്തെ എൻ്റെ ക്ലാസ് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ്. അതിനുള്ള റിപ്ലൈ ഞാൻ തരുന്നതായിരിക്കും. പിന്നെ നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ക്ലാസ്സിൽ ആവശ്യമുണ്ടെങ്കിൽ അതും നിങ്ങൾക്ക് കമന്റ് ബോക്സിൽ ചോദിച്ചാൽ മതി. അതിനുള്ള റിപ്ലൈയും പിന്നെ ക്ലാസ്സുകളും അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. പിന്നെ നിങ്ങൾ സോഷ്യൽ മീഡിയ ഒന്ന് ഫോളോ ചെയ്യുക. അത് ഞാൻ ക്ലാസ്സിലൊക്കെ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ മെൻഷൻ ചെയ്തേക്കാം. പിന്നെ അതേപോലെ തന്നെ ആർക്കെങ്കിലും സ്പോക്കൺ ഇംഗ്ലീഷ് പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ എന്നെ അത് കോൺടാക്ട് ചെയ്താൽ മതി. നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കമന്റ് ആയിട്ടും പിൻ ചെയ്ത് വെച്ചേക്കാം. അപ്പൊ നിങ്ങൾ വിളിക്കുമ്പോൾ ഞാൻ ഡീറ്റെയിൽസ് പറയുന്നതായിരിക്കും. ക്ലാസ്സുകൾ വന്നിട്ട് ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടും അവൈലബിൾ ആയിരിക്കും. സോ അപ്പൊ അത്രയൊക്കെ ഉള്ളൂ. സോ അപ്പൊ നിങ്ങൾക്ക് ഇന്നത്തെ എൻ്റെ ക്ലാസ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കനും കൂടി എനേബിൾ ചെയ്ത് വെക്കുക. എന്നാൽ മാത്രമേ ഞാൻ ഫ്യൂച്ചർ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ. അപ്പൊ നിങ്ങൾക്ക് അടുത്തൊരു ക്ലാസ് ആയിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും ബൈ ബൈ, സീ യു.